ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നും അല്ല കേട്ടോ വന്നിട്ടുള്ളത്. വണ്ടൂര് VMC സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്ന ഒരു ഫുഡ് ഫെസ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് കുടുംബശ്രീയുടെ ഭാഗമായിട്ടാണ് ഇവിടെ ഒരു കഫേ കുടുംബശ്രീ എന്ന പേരിലാണ് ഇവിടെ ഈ ഫുഡ് ഫെസ്റ്റ് നടക്കുന്നത്. അപ്പോൾ ഈ ഫുഡ് ഫെസ്റ്റിൽ ഫുഡ് ഐറ്റംസ് മാത്രമല്ല കേട്ടോ, അതിമനോഹരമായിട്ടുള്ള പരിപാടികളും കൂടെ ഉണ്ടായിരുന്നു. ഡാൻസ്, പാട്ട്, മോണാക്ട് തുടങ്ങിയ എല്ലാവിധ പരിപാടികളും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ദിവസം നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടാണ് വീട്ടിലേക്ക് മടങ്ങിയെത്തിയത്. ഇന്ന് ഞാനൊരു കുടുംബശ്രീ അംഗം എന്ന നിലയിലാണ് കേട്ടോ ഈ പരിപാടി കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് എത്തിയത്. ഒരുപാട് സന്തോഷമായി. കാരണം ഇന്നും ഒരുപാട് സ്ത്രീകൾ പുറത്തിറങ്ങാത്ത സിറ്റുവേഷനിലുള്ള ഒരുപാട് ആളുകൾ എൻ്റെ പരിചയത്തിൽ തന്നെ ഉണ്ട് കേട്ടോ. കാരണം അവർ ഒതുങ്ങിക്കൂടിയ ജീവിതമാണ്. പുറം ലോകം എന്താണെന്ന് അവർ അറിയുന്നേ ഇല്ല. ഇങ്ങനെയുള്ള പരിപാടികളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ശരിക്കും നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ കിട്ടണത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരുപാട് ആളുകളാട്ടോ ഈ പരിപാടിയിൽ പങ്കെടുക്കാനും ഭക്ഷണങ്ങൾ കഴിക്കാനും ഒക്കെ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളത്. ഞങ്ങളിവിടുത്തെ 3-ാം ദിവസമാണ് ഞാൻ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അന്നും ഒരുപാട് ആളുകളുണ്ടായിരുന്നു, നല്ല തിരക്കായിരുന്നു. 10ഓളം ഫുഡ് കോർണറാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. പലവിധം ഫുഡുകളായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അത് കഴിക്കാനും പരിപാടി കാണാനും വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഫുഡൊക്കെ കിട്ടാൻ നല്ല തിരക്കായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഫുഡും പരിപാടികളും മാത്രമല്ല കേട്ടോ, ചെറുകിട വ്യവസായങ്ങളുമായിട്ട് വന്നിട്ടുള്ള ഒരുപാട് സ്ത്രീകളും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. മാക്സി, അതുപോലെ തന്നെ അച്ചാറുകൾ, പിന്നെ സൗന്ദര്യവർദ്ധന വസ്തുക്കൾ തുടങ്ങിയ എല്ലാ സാധനങ്ങളുമായിട്ടും ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു മോണാക്റ്റാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഒരു ഫീലിംഗ് ഉള്ളൊരു മോണാക്റ്റ് ആയിരുന്നു കേട്ടോ അവിടെ നടന്നുകൊണ്ടിരുന്നത്. ചോറ് കൊടുത്ത് വെളിച്ചത്ത് കടത്താൻ നോക്കും. മുത്തയ്യ പറയുന്നത് പിന്നെ പറ്റിച്ചാനൊന്നും നോക്കണ്ട, അമ്മ ഇട്ടിട്ടെന്റെ കന്നോങ്ങ എന്നാ വേണ്ടപ്പോ അടിച്ച് നമ്മളെ മുത്തയ്യ എന്റെ അമ്മ പാവല്ലേ മുത്തയ്യ. ഇത്ര അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഫുഡ് കോർണറുകൾ. 10ഓളം വരുന്ന ഫുഡ് കോർണറാണ് കേട്ടോ. ഫസ്റ്റത്തെ കോർണറിലായിരുന്നു പായസം. അപ്പോൾ ഞങ്ങളിവിടെ പായസം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇവിടുന്ന് ഈ വീഡിയോസൊക്കെ എടുത്തത് കേട്ടോ. എന്തായാലും നല്ല ടേസ്റ്റുള്ള ഫുഡുകളായിരുന്നു. പിന്നെ ഇവിടുത്തെ ഹൈലൈറ്റ് ഫുഡ് എന്ന് പറയുന്നത് അട്ടപ്പാടിയിലെ വനസുന്ദരി ഹെർബൽ ചിക്കൻ ആയിരുന്നു കേട്ടോ. അത് ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചിട്ടില്ല, പാർസൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. തിരക്കേടില്ലാത്തൊരു ഫുഡായിരുന്നു. പക്ഷെ അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പായസമൊക്കെ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കൂടെ സ്റ്റേജ് പരിപാടികളൊക്കെ കണ്ടു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ പോയിട്ട് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് തിരിച്ചു വന്നു. അപ്പോൾ നല്ല BRC കുട്ടികളുടെ ഒപ്പനയാണ് കേട്ടോ. നല്ല അടിപൊളി ഒപ്പനയായിരുന്നു കേട്ടോ. പോരൂരിലെ BRCയിലുള്ള കുട്ടികളാണ് കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് അവർ ഒപ്പന കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു മോഡേൺ ഒപ്പന കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ആളുകൾ ആരാണെന്ന് എന്താണെന്നൊന്നും കാണുന്നില്ല, അതായിരുന്നു അവരുടെ ഡ്രസ് കോഡ് എന്ന് പറയുന്നത്. പക്ഷെ അടിപൊളിയായിട്ട് അവർ ഒപ്പന കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒപ്പന കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ വേറൊരു സംഭവം ഉണ്ടായിട്ടോ. അപ്പുറത്ത് ഫാനിൻ്റെ ഉള്ളിൽ ഒരു ചേച്ചിയുടെ ഷോള് കുടുങ്ങി കേട്ടോ. അപ്പോൾ അത് എടുത്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ തൊട്ടടുത്തൊക്കെ നിൽക്കുമ്പോൾ ഈ ഫാനിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ പിന്നെ ഉണ്ടായിരുന്നത് BRC കുട്ടികളുടെ തന്നെ ഒരു കോൽക്കളിയാണ് കേട്ടോ. എന്തായാലും നല്ല മനോഹരമായിട്ടുള്ള കോൽക്കളിയൊക്കെ തന്നെയായിരുന്നു. ശരിക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ. കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ട് ആ കുട്ടികൾ കളിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ കയ്യടികളിലായിരുന്നു കേട്ടോ അവർക്ക് ഏറ്റവും ആത്മവിശ്വാസം ഉണ്ടാവുന്നത്. കാരണം അങ്ങനത്തെ കുട്ടികളാണല്ലോ അത്. എന്തായാലും ഒരുപാട് സന്തോഷം ഒരു മനസ്സുഖമൊക്കെ കിട്ടിയൊരു പരിപാടി തന്നെയായിരുന്നു കേട്ടോ അന്ന് അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്.
പിന്നെ അവിടെ നടന്നൊരു ഒപ്പനയാണ് കേട്ടോ ഇത് പോരൂർ ഹരിതകർമ്മ സേനയുടെ ആൾക്കാരാണ് കേട്ടോ. നല്ല അടിപൊളി ഒപ്പനയായിരുന്നു. ഒപ്പനയിൽ പുതിയണ്ണ് മാത്രമല്ല കേട്ടോ, പുതിയാപ്പിള ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഒരുപാട് ആൾക്കാർ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവരത്. കണ്ടോ, ചെക്കന് സ്റ്റേജിലേക്ക് വരികയാണ് കേട്ടോ. ചെക്കൻ്റെ കൂടെ കുറേ ആൾക്കാരൊക്കെ ആയിട്ടാണ് കേട്ടോ ചെക്കൻ വരുന്നത്. അപ്പം സ്റ്റേജിൽ നല്ല കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെക്കൻ്റെ വരവ് കണ്ടിട്ട് പെണ്ണ് എണീറ്റ് നിൽക്കുക. നല്ലൊരു അടിപൊളി ഒപ്പനയായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞ ഒരു യഥാർത്ഥ കല്യാണ വീടിൻ്റെ ഒരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഒപ്പനയിൽ. ഒരു ഉമ്മമ്മാൻ്റെ ക്യാരക്ടർ ചെയ്യണ ഒരു ചേച്ചിയാണെന്ന് തോന്നുന്നു, ഒരാളും കൂടെ അവരുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും അത് താത്തയാണോ ചേച്ചിയാണോ എന്ന് അറിയണില്ല. അവരുടെ ഡ്രസ് കോഡ് അങ്ങനത്തെ ആയതുകൊണ്ട് എന്തായാലും അടിപൊളിയായിരുന്നു, കിടുമായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒപ്പനൻ്റെ ഇടയിൽ കൂടെ നമ്മളെ പോരൂരിൻ്റെ CDS ജ്യോതി ചേച്ചി പുതിയണ്ണിൻ്റെ കഴുത്തേക്ക് ഒരു മാലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഭയങ്കര രസമായിരുന്നു. ആ ടൈമിലൊക്കെ നല്ല കയ്യടിയും ആർപ്പുവിളിയൊക്കെ ആയിരുന്നു കേട്ടോ പുറത്ത് നടന്നുകൊണ്ടിരുന്നത്. പിന്നെ ജ്യോതി ചേച്ചി മാത്രമല്ല കേട്ടോ, പഞ്ചായത്ത് പ്രസിഡൻറ്റും കൂടെ സ്റ്റേജിലേക്ക് കയറി. ഇത് ശരിക്കും പ്ലാനഡ് ആണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഭയങ്കര ആർപ്പുവിളിയായിരുന്നു കേട്ടോ. അവരൊക്കെ സ്റ്റേജിലേക്ക് കയറിയിട്ടുള്ള ഒപ്പന എന്ന് പറയുമ്പോൾ ഭയങ്കര ഇതായിരുന്നു. ഏതായാലും അതിന് ശേഷം ഒപ്പന അവിടെ തീരുകയാണ് കേട്ടോ. ചെക്കനിരുന്നിട്ട് എല്ലാവരോടും ടാറ്റയൊക്കെ കാണിച്ചിട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോവാണ്. ശരിക്കും നല്ല കയ്യടിയായിരുന്നു. നല്ല കയ്യടി എന്ന് മാത്രം പറയാൻ പറ്റില്ല, നല്ല ആർപ്പുവിളിയോട് കൂടിയിട്ടുള്ളൊരു ഒപ്പനയാണ് കേട്ടോ.